ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റെസ്റ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ CHSLൻ്റെ ഇത് വന്നല്ലേ, സിറ്റി എല്ലാവർക്കും വന്ന് കാണും. ഈ നെക്സ്റ്റ് അഡ്മിറ്റ് കാർഡും വരും. എന്തായാലും എല്ലാവരുടെ ഷിഫ്റ്റും ഏത് ഡേറ്റിലാണ് എക്സാം നടക്കുന്നത്, എത്ര ടൈമിലല്ല, ഏത് ഷിഫ്റ്റ് 7:45 അല്ലെ 10 ഷിഫ്റ്റ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ്, സിറ്റി അടങ്ങിയ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് ഗോ ചെക്ക് ദാറ്റ് ആൻഡ് എൻഷുർ നിങ്ങൾ ഒരു തലേ ദിവസം, ഇപ്പോൾ പുതിയ സ്ഥലത്താണ് നിങ്ങൾ എക്സാമിന് പോകുന്നെങ്കിൽ, ഫസ്റ്റ് ടൈം ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്താണെങ്കിലോ ജസ്റ്റ് ഒരു തലേ ദിവസം എൻഷുർ ചെയ്ത് വെക്കുക. കാരണം ഡിലേ ആയി കഴിഞ്ഞാൽ കുറച്ച് ബാങ്കിനൊക്കെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും SSCയുടെ ഈ ഫർദർ വെരിഫിക്കേഷൻസ്. അതായത് നിങ്ങളൊരു പൊടിക്ക് താമസിച്ചാലും നമുക്ക് കയറ്റാനുള്ള പെർമിഷൻ അവിടെ കാണില്ല. അപ്പോൾ അത് ഒക്കെ ഒന്ന് ആലോചിച്ച് തലേ ദിവസം ഒന്നെങ്കിൽ ആ പ്ലേസ് ഒന്ന് പോയി കണ്ടുവെക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് റിമോട്ടായിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോ ആണ് പോകുന്നതെങ്കിൽ. അല്ല സ്ഥിരം ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നിട്ട് ഒന്നെങ്കിൽ രാജധാനി അല്ലെങ്കിൽ കാഞ്ഞിരംകുളം മൗണ്ട് കാർമലിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഓൾറെഡി ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. അങ്ങനെയെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്തോണം. ഇപ്പം നിങ്ങൾ പോകുന്ന റൂട്ടിൽ ഇപ്പം കഴിഞ്ഞ ബാങ്ക് എക്സാം ആറ്റുകാൽ പൊങ്കാലയുടെ അന്നായിരുന്നു SBIയുടെ പരീക്ഷ. അപ്പോൾ അന്ന് ചിലവർക്ക് പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അതൊരു റീജിയണൽ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് കാഞ്ഞിരംകുളം പോകുന്ന ആ റൂട്ടുണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ റൂട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാതെ പോയിരുന്നു. പക്ഷേ അതുവരെ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സീൻ ഉണ്ടോ എന്ന് നിങ്ങൾ ഏത് ലൊക്കേഷനാണോ വെച്ച് അവിടെ സ്പെസിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എത്താൻ പറ്റുമെന്ന് 100% ഉറപ്പ് വരുത്താനും കൂടെ ശ്രമിക്കണേ. അപ്പോൾ ഇനിയും 4 ദിവസം കൂടെ ഉള്ളൂ. നമുക്കെന്നാൽ ക്വസ്റ്റ്യനിലോട്ട് പോവാം. First question, 30 seconds. ഓക്കെ, സമയം കഴിഞ്ഞു. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നോക്കിക്കേ. അനുപം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അയാൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു വിത്ത് ആൻ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എത്ര രൂപ? 100,000, 15 ലക്ഷം, 20 ലക്ഷം രൂപയ്ക്ക് അയാളൊരു ഇൻവെസ്റ്റ്മെൻറ്റോടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ വർഷം അയാൾ 4% ലോസ് ഇൻകർ ചെയ്തു. രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും ആൾക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടായത്. എത്ര വെച്ചിട്ടാണ്? രണ്ടാമത്തെ വർഷം 10%, മൂന്നാമത്തെ വർഷം 15%. അപ്പോൾ ഈ സെയിം ടൈപ്പ് ഒരു ചെറിയ വേരിയേഷനോട് കൂടി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു റേഷ്യോ മെത്തേഡിൽ. അതൊന്ന് റീകളക്ട് ചെയ്തിട്ടൊന്ന് ചെയ്യാൻ നോക്കിക്കേ. അപ്പോൾ നമുക്ക് 4%-ന്റെ ഫ്രാക്ഷണൽ വാല്യൂ അറിയാം. എത്ര? 1/25. ഇത് ലോസിൻ്റെ കേസ്. അതായത് 25-ൽ 1 എനിക്ക് നഷ്ടമായി. സെക്കൻഡ് ഇയറിൽ വരാൻ നേരം 10% എന്ന് വെച്ചാൽ 1/10 ആണ്. അതായത് 10-ൽ 1 എനിക്ക് ലാഭം ഉണ്ടായി. ആൻഡ് തേർഡ് ഇയറിലും എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായി. എത്ര? 20-ൽ 3 എനിക്ക് ലാഭമുണ്ട്. അപ്പം നോക്കിക്കേ, നമ്മൾ എഴുതാൻ നേരം റേഷ്യോ എഴുതാൻ നേരം ആദ്യത്തെ കേസിൽ ഫസ്റ്റ് ഇയറിൽ കേസ് എത്ര? 25 ആണേൽ 1 കുറഞ്ഞിപ്പോൾ 24 ആണ്. ആൻഡ് ഇപ്പോൾ 10 ആണെങ്കിൽ 11 ആണ്, 20 ആണെങ്കിൽ 23 ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിക്കേ ചെയ്യാൻ നേരം 25ഉം 10 250, ഇത് 5000, 5000 ഈസ് ടു 264ഉം 23, 12, 18, 19, 6, 7, 8, 12, 5, 2, 17, 10. ഓക്കെ, 6072. ഓക്കെ, അപ്പം ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് റേഷ്യോ നോക്കുവാണെങ്കിൽ 5000 എൻ്റെ കയ്യിൽ നിന്ന്, അതായത് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായത് എത്ര ഈസ് ടു എനിക്ക് ടോട്ടൽ ഈ 3 വർഷം കഴിഞ്ഞപ്പോഴും കിട്ടിയത് എത്ര എന്നുള്ളതിൻ്റെ റേഷ്യോ എനിക്ക് കിട്ടി. എത്ര? 5000 ഈസ് ടു 6072, 6072. ഇത് ഫർദർ വെട്ടിപ്പോകണ്ട. അപ്പം നോക്കി, എൻ്റെ കയ്യിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിനെ കാണിക്കുന്നത് ഈ റേഷ്യോയിൽ ഏത് യൂണിറ്റാണ്? 5000 അല്ലേ. അപ്പം 5000 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനാ കാണിക്കും? അതായത് ഞാൻ ഇട്ടതേ ഈസ് ടു എനിക്ക് കിട്ടിയത്, അതിൻ്റെ റേഷ്യോ അല്ലേ. 5000 എന്ന് പറയുന്നത് എത്ര? 20 ലക്ഷം രൂപയാണ്. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ലക്ഷം ബൈ 5000 എത്ര വരും? 30 പോയി 40 വരും. എങ്കിൽ എനിക്ക് എത്രയാ ലാഭം കിട്ടിയേ? കാൽക്കുലേറ്റ് ദ നെറ്റ് പ്രോഫിറ്റ്. അപ്പം എൻ്റെ ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്
1072 അല്ലേ, 6072 മൈനസ് 5000 1072 ഇൻറ്റു 40. ഞാൻ 4 വെച്ച് ചെയ്യാണ്, 40യുടെ 0 അവിടെ എടുത്തു, 8 28 2 4. അപ്പോൾ 42880 ആയിരിക്കും, ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് റേഷ്യോ മെത്തേഡിൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഈ ഒരു കാൽക്കുലേഷൻ നോക്കണ്ട, കാരണം 24 × 11 എത്ര, 24 × 11 11ൻ്റെ ഡിവിസിബിലിറ്റി അല്ല മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ നോക്കി ഇത് പെട്ടെന്ന് കിട്ടും. 24 × 11 എത്ര, 4 എഴുതി, പിന്നെ 2 എഴുതി, 6 പിന്നെ അങ്ങേയറ്റത്തുള്ള ഡിജിറ്റും കൂടെ ചേർത്ത് എഴുതി. അതായത് 24 × 11 എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യണം, ആദ്യം യൂണിറ്റ് ഡിജിറ്റ് എഴുതുക, എന്നിട്ട് 2 ഡിജിറ്റ് ആഡ് ചെയ്യുക, 4 2 6, പിന്നെ ഇപ്പുറത്തുള്ളത് അതുപോലെ എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എനിക്ക് അത് മാത്രമേ ആകെ കാൽക്കുലേഷൻ ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു സംഭവം ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, അപ്പോൾ സമയം കഴിഞ്ഞു. നോക്കി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഇതും കഴിഞ്ഞ തവണ CHSൽ വന്ന ക്വസ്റ്റ്യനാണ് 2023. അപ്പോൾ ആസിഡും വാട്ടറും ഉണ്ട് തുടക്കത്തിൽ, അതിൻ്റെ റേഷ്യോ 4:3. എത്ര ഉണ്ടായിരുന്നു തുടക്കത്തിൽ, 840 മില്ലി ലിറ്റർ ഉണ്ടായിരുന്നു. ഇനിയും എത്രയോ വാട്ടർ ഞാൻ ആഡ് ചെയ്തപ്പോൾ ഫൈനലി എൻ്റെ റേഷ്യോ ഓഫ് ആസിഡ് ടു വാട്ടർ എന്ന് പറയുന്നത് 1:1 ആയി. എങ്കിൽ ഞാൻ എത്ര യൂണിറ്റ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടതെന്നാണ്, അല്ലെങ്കിൽ എത്ര മില്ലി ലിറ്റർ വെള്ളമായിരുന്നു ആഡ് ചെയ്തിരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ബാലൻസിങ് ഓഫ് ടേംസ് എന്ന് പറയുന്ന റേഷ്യോയിൽ ഒരു മെത്തേഡ് ഉണ്ട്, അത് വെച്ച് ചെയ്യാം. നോക്കി, ഇനിഷ്യലി റേഷ്യോ 4:3, ഫൈനലി 1:1. നോക്കിക്കേ, ഇതിനകത്ത് എന്താ ആഡ് ചെയ്യുന്നത്, വാട്ടർ മാത്രമല്ലേ ആഡ് ചെയ്യുന്നുള്ളൂ, നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നില്ല, ആസിഡ് ആദ്യം എത്ര ഉണ്ടോ അത് തന്നെ അവസാനം. കാരണം എന്താ, വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ആദ്യം 4 യൂണിറ്റ് ആസിഡ് ഉണ്ട്, രണ്ടാമത്തെ ഫൈനൽ കേസിൽ എത്ര ആയി, അത് 1 യൂണിറ്റ് അല്ലല്ലോ, ആദ്യം 4 ഉണ്ട് അവസാനവും 4 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ റേഷ്യോ മാറാതിരിക്കുകയും വേണം. അതായത് ഇതിൻ്റെ റേഷ്യോ 1:1 മാറുകയും ചെയ്യരുത്, ബട്ട് ഇനിഷ്യലി ഉണ്ടായിരുന്ന ആസിഡ് ആയിരിക്കണം ലാസ്റ്റ് ഉണ്ടാവേണ്ട ആസിഡ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 2നെ 4 കൊണ്ട് ഗുണിച്ചു, 4 4, അതായത് 4:4 എന്ന് വെച്ചാൽ 1:1 എന്ന് തന്നെ. നോക്കിയേ, ആസിഡിൻ്റെ അളവ് ഇനിഷ്യലിയും ഫൈനലിയും സെയിം ആണ്, 4 യൂണിറ്റ്. ആൻഡ് വാട്ടർ ഇനിഷ്യലി 3 ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ 4 യൂണിറ്റായി, അതായത് 1 യൂണിറ്റ് അധികം നമ്മൾ ചേർത്തു. അപ്പോൾ 1 യൂണിറ്റിന് എത്ര, അല്ല 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. തുടക്കത്തിൽ 4 + 3 7 യൂണിറ്റ് മിക്സ്ചർ ഉണ്ടായിരുന്നു. അതായത് 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രന് തുല്യമാണ്, 840 മില്ലി ലിറ്ററിന് തുല്യം. അങ്ങനെയെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 840/7, 7 × 12 ആണ് 84. അപ്പോൾ 120 ml എന്ന് വരും. അപ്പോൾ ആഡ് ചെയ്തേക്കുന്ന എത്ര യൂണിറ്റാണ്, 1 യൂണിറ്റ് അല്ലേ, ആ 1 യൂണിറ്റ് എത്ര എന്ന് കിട്ടി, 120 ml. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, സമയം കഴിഞ്ഞു. നോക്കിയേ, ക്വസ്റ്റിൽ പറയുന്നത് എന്താ, ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ഓഫ് 2 rectangles ഈസ് 24:23. ലെങ്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 2 റെക്റ്റാങ്കിളിൻ്റെ. അതുപോലെ തന്നെ ബ്രെഡ്ത്തിൻ്റെ റേഷ്യോയും തന്നിട്ടുണ്ട് 18:17. ഇനി എന്താ പറയുന്നത്, പെരിമീറ്റർ ഓഫ് സെക്കൻഡ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 160 സെൻറ്റിമീറ്റർ. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഫോർമുല എന്താ, 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പം 2 × സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഞാൻ L2 ആയിട്ട് എടുത്തു, അതിൻ്റെ ബ്രെഡ്ത്ത് B2 ആയിട്ട് എടുത്തു. അപ്പോൾ 2 × L2 + B2 = 160. 2 വെട്ടിക്കളയാൻ നേരം L2 + B2 80 ആയി. ആൻഡ് രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള വ്യത്യാസം എത്ര, 12. അതായത് ബ്രെഡ്ത്തിനേക്കാൾ 12 കൂടുതലാണ്. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള വ്യത്യാസം 12 സെൻറ്റിമീറ്റർ. ഈ ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2ഉം, ഇത് രണ്ട് ആഡ് ചെയ്യാൻ നേരം എനിക്ക് എത്ര വരും, B2 ക്യാൻസലായി പോവും. 80ഉം 12ഉം 92 വരും.
ഓക്കെ, ഇവിടെ L2 L2 2L2 വരും. അതായത് 2L2 92 ആണെങ്കിൽ L2 എന്ന് പറയുന്നത് 46 വരും. 92/2 46 വരും. സോ ഈ L2ൻ്റെ വാല്യൂ ഇതിന് എവിടെയെങ്കിലും ഇട്ട് കൊടുക്കാൻ നേരം നമുക്ക് B2 എന്ന് പറയുന്നത് 34 വരും. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, നമ്മുടെ ആ റേഷ്യോയിലൊന്ന് നോക്കിക്കേ. റേഷ്യോയിൽ എന്താ പറയുന്നത്? ആദ്യത്തേത് 23 യൂണിറ്റ് എന്നാണ് പറയുന്നത് അല്ല, രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 23 യൂണിറ്റ് എന്നാണ് പറയുന്നത്. അത് ആക്ച്വലി എത്ര ആയിരുന്നു? 46 സെൻറ്റിമീറ്റർ അല്ലേ? അതായത് ഇതിനെ രണ്ടിനെയും ഏതോ ഒരു വേരിയബിൾ ലെറ്റ് സേ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് റിയൽ എത്ര സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. 23 46 ആയത് എങ്ങനെ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരണം? 48 സെൻറ്റിമീറ്റർ. ഇനി ബ്രെഡ്ത്ത് നോക്കിക്കേ, രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് 17 യൂണിറ്റ് ആണ്. അത് എത്ര സെൻറ്റിമീറ്ററാണ്? 34 സെൻറ്റിമീറ്ററാണ്. 17 എങ്ങനെ 34 ഗുണം 2 ചെയ്യുമ്പോൾ, അപ്പം 18നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് B1 ബ്രെഡ്ത്ത് 1 കിട്ടുന്നത്. L1 എന്ന് പറയുന്നത് നമ്മളത് കണ്ടുപിടിക്കേണ്ട, ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ L1 കണ്ടുപിടിക്കണം. L1 എന്ന് പറയുന്നത് 48 അല്ലേ? L1 48, B1 36. ഇനി ഇത് ഏരിയ കാണുന്ന എങ്ങനെ? ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആദ്യത്തെ ലെങ്ത് ഇൻറ്റു ആദ്യത്തെ ബ്രെഡ്ത്ത്. അപ്പം 48 × 36. നോക്കിയാൽ 48 × 36 ചെയ്യുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ എത്ര വരണം? 48 × 36 ചെയ്യുമ്പോൾ 6 × 8 48. എന്തായാലും യൂണിറ്റ് പ്ലേസിൽ 8 അല്ലേ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു ആദ്യം ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നോക്കിയേ, ഓപ്ഷനിൽ യൂണിറ്റ് പ്ലേസിൽ 8 അവസാനിക്കുന്നത് ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്തെടുക്കണ്ട, എത്ര സമയം ലാഭിക്കും? ഇത് ചെയ്യാനായിട്ടുള്ള സമയവും ലാഭിക്കാം ഫസ്റ്റ് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഓപ്ഷൻ 4 ആയിരിക്കും. നിങ്ങൾ അല്ലെങ്കിൽ കൺഫർമേഷൻ ചെയ്ത് നോക്കിക്കോ. 48 × 36 എന്ന് പറയുന്നത് 1728 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, അപ്പോൾ ടൈം കഴിഞ്ഞു. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. 2 രീതിയുണ്ട്. ഞാൻ ആദ്യം സാധാരണ രീതി ചെയ്യുമെന്ന് പറയാം. നോക്കിയേ, എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസംഷൻ എന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. അതായത് ടോട്ടൽ ഞാനൊരു കാര്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര കൺസ്യൂം ചെയ്യും ആൻഡ് ഓരോ യൂണിറ്റിനും അതിന് എത്ര രൂപ വിലയാവും. അപ്പം ടോട്ടൽ കൺസംഷൻ ഇൻറ്റു പ്രൈസ് ഓഫ് ഈച്ച് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ റവന്യൂ അല്ല, കയ്യിൽ നിന്ന് പൊട്ടുന്ന ചിലവാകുന്ന പൈസ എനിക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഫോർമാറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? ഇതിലിപ്പോൾ പ്രൈസിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷൻസിൻ്റെ പ്രത്യേകത, അതായത് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി, ഇങ്ങനത്തെ ഉള്ള ഇക്വേഷൻസ് എല്ലാം പ്രത്യേകത എന്താ? 2 വേരിയബിൾസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഫലമാണ് ഇപ്പുറത്ത് കിടക്കുന്ന ഒരു വേരിയബിൾ. അപ്പോൾ ഇതെല്ലാം സിമിലർ അല്ല ഈ രീതിയിൽ. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ, ഇവിടെ പറയുകയാണെങ്കിൽ പ്രൈസ് 25% ഇൻക്രീസ് ആവുകയാണെങ്കിൽ, പേഴ്സൻറ്റേജ് വൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ആ സെയിം പേഴ്സൻറ്റേജ് ഇൻക്രിമെൻറ്റ് എക്സ്പെൻഡിച്ചറിലും റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ 25% ഇൻക്രിമെൻ്റ് ആയി. ഇനി നോക്കിക്കേ, കൺസംഷനും കൂടുവാണെങ്കിൽ അതിനനുസരിച്ചും എക്സ്പെൻഡിച്ചർ ചേഞ്ച് വരും. എക്സ്പെൻഡിച്ചർ ഇനിഷ്യൽ, എക്സ്പെൻഡിച്ചർ ഫൈനൽ. ലെറ്റ് സേ എൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 100 ആയിരുന്നെന്ന് വെച്ചോ. അപ്പം പ്രൈസ് 25% കൂടി. അപ്പം ആ സെയിം ചേഞ്ച് ഇവിടെ എക്സ്പെൻഡിച്ചറിലും റിഫ്ലക്റ്റ് ചെയ്യത്തില്ലേ? അപ്പം 100ൻ്റെ 25% 25 തന്നെ കൂടി. ഇപ്പോൾ 125 എത്തി നിൽക്കുക എൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. എനിക്ക് അത്രയാകാൻ പറ്റുമോ? റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്നല്ല പറയുന്നത്. അത് ഇനിഷ്യലി 100 ആണെങ്കിൽ ഫൈനലി 100 ആവണം. അപ്പോൾ എൻ്റെ ഫൈനൽ എക്സ്പെൻഡിച്ചറിൽ 100 ആവാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈസ് കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാച്ചുറലി നമ്മളിനി റെഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? കൺസംഷൻ ആയിരിക്കും. നമ്മൾ ചിലവ് കൂടുകയാണെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കും അല്ലേ? അപ്പോൾ ബാക്ക് ടു 100 ആക്കണം. അപ്പോൾ ഇവിടെ ചേഞ്ച് വരുന്നത് കൺസംഷനിലുള്ള റിഡക്ഷൻ ആയിരിക്കും. എത്ര റെഡ്യൂസ് ചെയ്യണം? 125 ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ 125 നിന്നും നമ്മൾ എത്ര യൂണിറ്റ് കുറയ്ക്കണം? ബാക്ക് ടു 100 ആവാൻ 125 മൈനസ് 100 25 യൂണിറ്റ് കുറയ്ക്കണം. അപ്പം 25 ഔട്ട് ഓഫ് 125 കൺസംഷൻ റെഡ്യൂസ് ചെയ്യണം. കൺസംഷൻ റിഡക്ഷൻ എന്ന് പറയുന്നത് 125 ഔട്ട് ഓഫ് 25 പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100 വെട്ടുമ്പോൾ 5 വെട്ടുമ്പോൾ 20, അതായത് 20%. അപ്പോൾ ഓപ്ഷൻ 3 ആയിരിക്കും വരുന്നത്. ഏതർ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അതല്ലാതെ നോക്കിക്കേ, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്.
ഇവിടെ ഇപ്പം ചില ക്വസ്റ്റ്യൻസിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെ പല സിറ്റുവേഷൻസ് വരുമല്ലോ. ഈ എല്ലാ ഫോർമാറ്റിലും ഈക്വൽ ടൂവിന് ഇപ്പുറത്ത് കിടക്കുന്ന ഇവിടെ വർക്ക്, ഡിസ്റ്റൻസ്, എക്സ്പെൻഡിച്ചർ ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നോക്കിയാൽ എക്സ്പെൻഡിച്ചർ പ്രൈസ് എത്ര കൂടിയേ? 25%. 25% ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1/4. പ്രൈസ് ഇത്രയും കൂടിയില്ലേ? ഇനി കൺസംഷൻ എങ്ങനെ കുറയണം? എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആവുന്ന രീതി കുറയണം. അതിനെപ്പോഴും ഒരു ബന്ധം കാണും. അപ്പോൾ കൺസംഷൻ കുറയണം. എത്ര കുറയണം? അതിങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. 1/4 കൂടി, അപ്പം എത്രയെന്നുള്ളത് ന്യൂമറേറ്റർ അതുപോലെ എഴുതുക. ആൻഡ് ഇവ രണ്ടും കൂടെ സമ്മ് ചെയ്യുക. കാരണം ഇവിടെ കൂടി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 1/4 കൂടിയാൽ കൺസംഷൻ 1/4 + 1 5 കുറയണം. ഓക്കെ, അപ്പം എന്താ ചെയ്തേ? പ്രൈസാണ് കൂടിയെന്ന് പറഞ്ഞാൽ കൂടി എന്നാണ്. അപ്പം ന്യൂമറേറ്റർ ബൈ ഇതിൻ്റെ രണ്ടിനെ സമ്മ്, ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ 1/1 + 4 5. 1/5 കൂടണം. 1/5ൻ്റെ ഫ്രാക്ഷൻ എന്തുവാ? അല്ല 1/5ൻ്റെ പെർസെൻറ്റേജ് എന്തുവാ? ഇൻറ്റു 100 ചെയ്യുമ്പോൾ 20%. ഈ 20% കുറയുവാണോ കൂടുവാണോ? ഇനി ആലോചിക്കണം കൂടണോ കുറയണോ എന്ന്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആവണം. കാരണം പ്രൈസ് കൂട്ടി, അപ്പോൾ ഇനി സ്വാഭാവികമായിട്ട് എന്താ കുറയണ്ടേ? കൺസംഷൻ കുറയണം. അപ്പോൾ 20% കുറയണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടോ ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. കൺസെപ്റ്റും ക്ലിയർ ആവണം അറ്റ് ദ സെയിം ടൈം. അങ്ങനെയാണ് നിങ്ങൾക്ക് ട്രിക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, ടൈം കഴിഞ്ഞു. ഇപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ട്, ബിയും സിയും. ബിയും സിയും അവർ രണ്ടുപേരും രണ്ട് സൈഡിൽ നിൽക്കുന്നുണ്ട്. ഏതിൻ്റെ രണ്ട് സൈഡിൽ? ഒരു ടെമ്പിളുണ്ട്. AD എന്ന് പറയുന്നതാണ് ടെമ്പിളിൻ്റെ നീളം 40 മീറ്റർ. ആ 40 മീറ്ററിന് ഇപ്പുറത്തൊരാളും അപ്പുറത്തൊരാളും. അവർ ബിയും സിയുമാണെന്ന് ഞാൻ പറഞ്ഞു. അവർ ടെമ്പിളിലോട്ട് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലവേഷൻ, അവരുടെ ലൈൻ ഓഫ് സൈറ്റ് ഏതാ? അതായത് ആംഗിൾ ഓഫ് എലവേഷൻ എപ്പോഴും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നേരെ നോക്കുവാണെങ്കിൽ എൻ്റെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇതാ. അപ്പോൾ ഇതുമായിട്ട് ഞാൻ എത്ര ഡിഗ്രി മേക്ക് ചെയ്യുന്നു അതാണ് എൻ്റെ ആംഗിൾ ഓഫ് എലവേഷൻ. അത് എലവേറ്റ് കലയൊന്ന് പൊക്കുമ്പോൾ എത്ര ഡിഗ്രി മണ്ടയിലോട്ട് പോകുന്നു. അപ്പോൾ ഇയാളുടെ ലൈൻ ഓഫ് സൈറ്റ് എപ്പോഴും തറയ്ക്ക് സമാന്തരമായിരിക്കും, അതായത് ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പം ഇവിടുന്ന് ഞാൻ ഇത്രയും റേസ് ചെയ്തപ്പോൾ ആദ്യത്തെ ആൾ 30 ഡിഗ്രി റേസ് ചെയ്തു, രണ്ടാമത്തെ ഇവിടെ ഉള്ളയാളും 30 ഡിഗ്രി റേസ് ചെയ്തു. അപ്പോഴാണ് ടെമ്പിളിൻ്റെ ടോപ്പ് കണ്ടത്. അപ്പോൾ ഇങ്ങനൊരു ട്രയാങ്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിനൊരു ഫോർമുലയുണ്ട്. A = H × cot θ1 + cot θ2. ഓക്കെ, അതായത് കോട്ട് H എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, A എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ രണ്ടുപേരും നിൽക്കുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തേ, ഞാനിത് പറയാം. അപ്പം 40 × cot 30, θ1 എന്ന് പറഞ്ഞാൽ cot 30, അപ്പുറത്തും തീറ്റയല്ലേ, അപ്പോൾ 2 cot θ × 2 cot, കാരണം cot θ എന്ന് പറഞ്ഞാൽ cot 30 + cot 30, 2 തവണ cot 30 വന്നാൽ 2 cot 30. എത്ര വരും? 40 × 2 × √3. cot 30യുടെ വാല്യൂ √3 ആണ്. ആൻസർ 80 √3 ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ 1 ആയിരിക്കും വരുന്നത്. ഈ ഫിഗറിനും ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇതൊന്ന് കണ്ടിച്ചിട്ട് ഞാനെടുത്ത് ഇങ്ങോട്ട് വെച്ചു. ഇത് ഇത്രയും ഡിസ്പ്ലേസ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, അപ്പം നോക്കി, ഇത് θ2 ആണെങ്കിൽ അല്ലെ θ1 ആണെങ്കിൽ ഇത് θ2. ഈ ഫിഗർ ഞാൻ മുറിച്ച് ഇങ്ങോട്ട് വെച്ചു, കട്ട് ചെയ്ത്. അപ്പോഴെനിക്ക് ഈ ഫിഗർ കിട്ടത്തില്ല. സെയിം ഹൈറ്റ് ആണ് രണ്ടിടത്തും, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അപ്പോഴും A ആണ്. ഇങ്ങനത്തെ ഒരു ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ ഫിഗർ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഇതല്ലെങ്കിൽ വേറെ ചെയ്യാവുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നോക്കിക്കേ, 30 അല്ലേ,
എപ്പോഴും 30 ഇത് 90, അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എത്രയാണോ അതിൻ്റെ കൂടെ √3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴായിരിക്കും 30യുടെ ചേർന്ന് കിടക്കുന്ന സൈഡ് കിട്ടുന്നത് ഓൾവേസ്. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് 40 ആണ്, ഈ ബി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 40 √3 കിട്ടും. ഇനി ഇവിടെ 30 നോക്കിക്കേ, 30 ആണെങ്കിൽ അതായത് 30, 90, 60 എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന 40, 40യുടെ കൂടെ എത്ര ആണോ കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സൈഡ് 30യുടെ ഓപ്പോസിറ്റ് എത്ര ആണോ അതിൻ്റെ കൂടെ √3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30ക്ക് ചേർന്നുള്ളത് കിട്ടും. അപ്പോൾ എത്ര? ഇതും 40 √3, ഇതും 40 √3, 40 √3 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴും 80 √3 കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, അതും പെട്ടെന്ന് ചെയ്യാനായിട്ട് ഈ ഫോർമുല പോലും അപ്ലൈ ചെയ്യേണ്ട. ബട്ട് അറിഞ്ഞിരിക്കണം എന്ത്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ എ ബി സിയിൽ 30 ആണെങ്കിൽ 1:√3:2 എന്നായിരിക്കും സൈഡ്സിൻ്റെ റേഷ്യോ വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഈക്വൽ എമൗണ്ട് ആണെങ്കിൽ 3:4. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അത് വേണ്ട. നോക്കിയേ, നമ്മൾ സാധാരണ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ടൈം പീരീഡ് അല്ലേ? അപ്പോൾ പ്രോഫിറ്റിന് റേഷ്യോ എങ്ങനെയാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ P1/P2 എന്ന് പറയുന്നത് ആദ്യത്തെ കേസിലെ പ്രോഫിറ്റ്, അല്ല ആദ്യത്തെ ആളുടെ പ്രോഫിറ്റ് ബൈ രണ്ടാമത്തെ ആളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു I1, അത് എത്ര നാൾ കടന്നു T1 ബൈ രണ്ടാമത്തെ ആൾ ഇൻവെസ്റ്റ് ചെയ്തത് I2, അത് എത്ര നാൾ കടന്നു T2 ടൈമിൽ അല്ലേ? അപ്പം പ്രോഫിറ്റിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈമിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഫലമായിട്ടായിരിക്കും റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ടുപേരും ഈക്വൽ എമൗണ്ട് ആണ് ഇട്ടതെന്ന് പറഞ്ഞു. രണ്ടാൾക്കാരും ഈക്വൽ എമൗണ്ട് ആണ് ഇട്ടെങ്കിൽ ഇത് രണ്ടും സെയിം ആണെങ്കിൽ കട്ടായി പോകത്തില്ല. അപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ? പ്രോഫിറ്റിൻ്റെ റേഷ്യോ P1/P2 എന്ന് പറയുന്നത് T1/T2 ആയിരിക്കും. കാരണം വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം പീരീഡ്. അപ്പം അനിൽ 9 മാസത്തേക്ക് ഇട്ടു, സുനിൽ 12 മാസത്തേക്ക് ഇട്ടു. റേഷ്യോ എടുക്കുമ്പോൾ 3:4 വന്നു. ഇതായിരിക്കും ഇവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ. കാരണം ഞാൻ പറഞ്ഞല്ലോ. ഇനിയും രണ്ടുപേരും കൂടെ ടോട്ടൽ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3 + 4 7 യൂണിറ്റ് പ്രോഫിറ്റ് കിട്ടി ടോട്ടൽ. അത് എത്ര ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? 28,000 റുപ്പീസാണ്. അപ്പം 7 ഇൻറ്റു, കാരണം എന്താ, സുനിൽ 12 മാസത്തേക്കിന് ഇട്ടെ, ഒരു വർഷത്തേക്കിന് ഇട്ടു എന്ന് പറഞ്ഞാൽ 12 മാസത്തേക്കിന് ഇട്ടു എന്ന് ഞാൻ ഇട്ടെ. അപ്പോൾ 7 യൂണിറ്റ് 28,000 ആണ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 28,000/7 4,000 രൂപ കിട്ടും. സുനിലിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എത്ര യൂണിറ്റാണ്? 4 യൂണിറ്റാണ്. സോ 4 × 4,000 16,000 റുപ്പീസ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും വരുന്നത് കേട്ടോ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ടപ്പയെന്ന് ചെയ്തേ. പ്രൊവൈഡ് 10% per annum, 1000, 2000. നോക്കിയേ, നമുക്കിത് ട്രീ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നോക്കിയേ, ആദ്യത്തെ ഇയർ ട്രീ മെത്തേഡ് എന്താണെന്ന് അറിയാത്തൊരു പ്ലീസ് ഗോ വാച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ
ഫാക്കൽറ്റീസ് പലരും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ആരാണോ അവരുടെ കണ്ടിട്ട് ഇത് വാച്ച് ചെയ്യുക. കാരണം ട്രീ മെത്തേഡ്, പാസ്കൽ മെത്തേഡ്, കുറേ മെത്തേഡ്സ് ഉണ്ട്, റേഷ്യോ മെത്തേഡ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനുണ്ട്. അപ്പോൾ അതിൽ ട്രീ മെത്തേഡ് കുറച്ചുകൂടെ ഒഴുക്കിന് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസിനനുസരിച്ച് പല മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പല മെത്തേഡ് പഠിച്ചു വെക്കണം. കാരണം പേഴ്സൻറ്റേജ് കൺവേർഷനും അല്ലെങ്കിൽ നിങ്ങൾ ഈ 100നെ ബേസ് ചെയ്തുള്ള മൾട്ടിപ്ലിക്കേഷൻ ബേസിക് മാത്സിൽ പഠിക്കുക. അതൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ. കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ പ്രിൻസിപ്പിൾ എത്ര ഈ ക്വസ്റ്റ്യൻ പറയാം. ട്രീ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഗോ വാച്ച് ദാറ്റ് ആൻഡ് ദെൻ കം ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ 10,000 രൂപയുണ്ട്, 10,000 റുപ്പീസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എനിക്ക് എത്ര പിടിക്കും ഇൻട്രസ്റ്റ്? 10%. അപ്പോൾ ഈ കേസിൽ ഫസ്റ്റ് ഇയറിൽ എത്ര പിടിക്കും? 10%, അതായത് 1000 പിടിക്കും. സെക്കൻഡ് ഇയറിൽ എത്ര പിടിക്കും? പ്രിൻസിപ്പിളിൻ്റെ 20% സെക്കൻഡ് ഇയറിൽ കിട്ടും ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പം 10,000 20% 2,000 എനിക്ക് കിട്ടി. ഇനി നോക്കിയേ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആക്ച്വലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റിൻ്റെയും കൂടെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പം 1,000 റുപ്പീസ് ഫസ്റ്റ് ഇയറിൽ കിട്ടി. ഇത് സെക്കൻഡ് ഇയർ വരെ ഡിപ്പോസിറ്റഡ് ആയിരിക്കും. ഇതിനും ഇൻട്രസ്റ്റ് പിടിക്കും. എത്ര റേറ്റിൽ? 20%. അപ്പം 10,000ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്ര? 200. അപ്പോൾ ടോട്ടൽ ഈ ഒരു സെഗ്മെൻറ്റിൽ കിടക്കുന്ന എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. 1000, 2,000, 2,200, 3,200 റുപ്പീസ് ആയിരിക്കും എൻ്റെ എന്തെന്ന് പറയുന്നത് ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആൻഡ് ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഓക്കെ, ഇപ്പോൾ സമയം കഴിഞ്ഞു. നോക്കിക്കേ, ബോട്ട് ആൻഡ് സ്ട്രീമിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാൻ അപ്പ് സ്ട്രീം, ഡൗൺ സ്ട്രീം. അപ്പ് സ്ട്രീം 20, എൻ്റെ സ്റ്റിൽ വാട്ടർ സ്പീഡ് എന്ന് പറയുന്നത് ഞാൻ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ സ്പീഡ് എന്ന് പറയുന്നത് x km/h ആയിട്ട് എടുത്തു. സോ അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? സ്പീഡ് അപ്പ് സ്ട്രീം എന്ന് പറയുന്നത് സ്റ്റിൽ വാട്ടർ സ്പീഡ് മൈനസ് സ്ട്രീം അല്ലെങ്കിൽ കറണ്ടിൻ്റെ സ്പീഡ്. സ്പീഡ് ഓഫ് സ്ട്രീം എത്ര? 5, x - 5 ആയിരിക്കും. സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം എത്ര ആയിരിക്കും? സ്റ്റിൽ വാട്ടർ സ്പീഡ് പ്ലസ് സ്പീഡ് ഓഫ് കറണ്ട് ആയിരിക്കും, അല്ലെ സ്ട്രീം ആയിരിക്കും. ഇത് കാണുമ്പോഴേ മെമ്മറിയിൽ റീകളക്റ്റഡ് ആയിട്ട് വെച്ചേക്കണം. ഇത് ചെയ്യാൻ വേണ്ടി എഴുതണം എന്നല്ല പറഞ്ഞേ. ഇനി നോക്കിയേ, നമ്മൾ ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പം 20 km അപ്പ് സ്ട്രീം ട്രാവൽഡ് ഇൻ x - 5, അതായത് അപ്പ് സ്ട്രീം സ്പീഡ് km/h. ഈ ടൈമും ഡൗൺ സ്ട്രീമിൽ 30 km x + 5 km/h സഞ്ചരിച്ചപ്പോൾ, അതായത് അപ്പ് സ്ട്രീം ടൈം ഡൗൺ സ്ട്രീം ടൈം, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അപ്പ് സ്ട്രീം ടൈം കിട്ടി, ഡിസ്റ്റൻസ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് ചെയ്യുമ്പോൾ ഡൗൺ സ്ട്രീം ടൈം കിട്ടി. ടോട്ടൽ ടൈം എത്ര? 2 hours 32 minutes. 2 hours എന്ന് വെച്ചാൽ 120 minutes ആണ്, പ്ലസ് 32 152 minutes. സോ 152/60. ടോട്ടൽ 152 minutes അല്ലേ, അതിന് അവർ ആക്കണമെങ്കിൽ ബൈ 60 ചെയ്യണം. അപ്പോൾ ഇത് നോക്കിക്കേ, അതായത് ഇതെന്ത് വരും? 4 കൊണ്ട് വെട്ടാൻ നേരം 26, 19, 4 കൊണ്ട് വെട്ടാൻ നേരം 15. അപ്പം ഇത് രണ്ടും കൂടെ ചെയ്യാൻ നേരം എനിക്ക് 19/15 വരണം. അപ്പോൾ ഇനി വാല്യൂ നമുക്ക് ചോദിച്ചേക്കുന്ന സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ അല്ലേ, അതായത് എക്സിൻ്റെ വാല്യൂ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം വാല്യൂ പുട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയാൽ തൽക്കാലം ഞാൻ നാച്ചുറലി ചെയ്യുന്നത് ബാക്ക്വേർഡ്സിൽ നിന്നായിരിക്കും. അപ്പോൾ തൽക്കാലം 20 ഇട്ട് നോക്കാം. പുട്ട് x = 20. അപ്പോൾ 20/20 - 5, 20/15 പ്ലസ് 30/20 + 5. അപ്പം എത്ര? 30/25 ചെയ്യാൻ നേരം 4, 5 കൊണ്ട് വെട്ടാൻ നേരം 3, 6, 25, 5.
അപ്പോൾ എന്തായാലും സോൾവ് ചെയ്യുന്നേരം ബാക്ക് ടു 3 ഇൻറ്റു 5 ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് ബൈ 3 ഇൻറ്റു 5 ഡിനോമിനേറ്ററിൽ 3 ഇൻറ്റു 5 15 വരുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഓപ്ഷൻ. നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി. ഇൻ കേസ് എക്സിന് 25 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 20/25 മൈനസ് 5 20 പ്ലസ് 30/25 പ്ലസ് 5 30/30. ഇതെത്ര 1 + 1 2 ആയി പോവും. ഇത് കിട്ടത്തില്ല. ഇനി 15 20/15 മൈനസ് പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 15 20/15 മൈനസ് 5 20/10 പ്ലസ് 30/15 പ്ലസ് 5 30/20. അപ്പോൾ എത്ര 2 പ്ലസ് 3/2 വരും. ഇത് ചെയ്യാൻ നേരം ഡിനോമിനേറ്ററിൽ ഫൈനലി എത്ര ആയിരിക്കും വരുന്നത്? 2 ആയിരിക്കും വരുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് വരണം? ഡിനോമിനേറ്ററിൽ 15 വരണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ 4 മാത്രമേ കാണുള്ളൂ. അപ്പം നമുക്ക് ആൻസർ ഓപ്ഷൻ 4 ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എങ്കിലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഓക്കെ, അപ്പം ടൈം കഴിഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ നമ്പേഴ്സ് 3 സ്കൂൾസ് ഉണ്ട്. 3 സ്കൂൾസിലെയും സ്റ്റുഡൻസിൻ്റെ നമ്പറിൻ്റെ റേഷ്യോ 2:3:3 ആണ്. ഓക്കെ, അതിന് തൽക്കാലം ഞാൻ 200 300 300 എന്ന് എടുക്കാമല്ലോ. റേഷ്യോ എടുക്കാൻ നേരം 0 എല്ലാം പറ്റുമ്പോൾ ബാക്ക് ടു 2:3:3 വരും. ഇനി എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഓരോ സ്കൂളിലെയും സ്റ്റുഡൻസ് ഫസ്റ്റ് സ്കൂളിൽ 60% കുറഞ്ഞു, സെക്കൻഡ് സ്കൂളിൽ 30% കുറഞ്ഞു, തേർഡ് സ്കൂളിൽ 20% കുറഞ്ഞു. അപ്പോൾ 200 ആയിട്ട് എടുത്തപ്പോൾ 100ന് 60 എങ്കിൽ 200ന് 1 എത്ര 20 കുറയും. അപ്പോൾ 200ൽ നിന്ന് 120 കുറയാൻ നേരം 80 വരും. ആൻഡ് 30% കുറയും. 30 ഡിക്രീസ് ഫോർ 100. ഇവിടെ 300 അല്ലേ, അപ്പോൾ 30 × 3 90 മൈനസ് ചെയ്യണം. 300 മൈനസ് 90 210 2110 210. ആൻഡ് അടുത്ത കേസ് ചെയ്യുന്നത് 20% ഡിക്രീസ് ചെയ്യും. അപ്പോൾ 20% ഈ പറഞ്ഞ എന്താ ബേസിക്കലി ഇഫ് 100 20 ഷുഡ് ബി റെഡ്യൂസ്ഡ്. ഇവിടെ ഇപ്പോൾ 300 അല്ലേ, 300 ആണെങ്കിൽ ഇതെങ്ങനെ × 3 അല്ലേ, അപ്പോൾ ഇവിടെയും × 3 ചെയ്യാൻ നേരം 60 കുറയണം. 300ന് 60 കുറയണം. അപ്പോൾ 300ന് 60 കുറഞ്ഞ് 240 ആയി. അപ്പോൾ റേഷ്യോ എടുത്തേ 0 0 0 വെട്ടിപ്പോയി. 8:21:24 ആയിരിക്കും ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിലൊരു തെറ്റുണ്ടേ. ഈക്വൽ ടു 3 ഇട്ട് നോക്കാം. അതായത് ഇഫ് 4 tan a is equal to 3 then find 4 sin a minus cos a or by 4 sin a plus cos a എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ടേമിനെയും നമ്മൾ ഒരു സെയിം കാര്യം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വ്യത്യാസം വരത്തില്ല. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് സെയിം ചേഞ്ച് വരുത്താനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ 1/2. ഓക്കെ, ഞാൻ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു എങ്കിൽ വെറുതെ ഒരു ചേഞ്ച് വരാൻ പറ്റത്തില്ല. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അത് ബാക്ക് ടു ഇത് 1/2 തന്നെ ബാക്ക് ടു വരും. നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ചേഞ്ച് വരുത്താൻ പറ്റും. ന്യൂമറേറ്ററിലും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിലും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ കോസ് എ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 4 sin a ബൈ കോസ് എ എന്ന് പറഞ്ഞാൽ 4 tan a മൈനസ് കോസ് എ ബൈ കോസ് എ 1a ബൈ പിന്നെ 4 sin a ബൈ കോസ് എ 4 tan a വരും പ്ലസ് 1. അപ്പം 4 tan യുടെ വാല്യൂ എത്ര 3 മൈനസ് 1/3 പ്ലസ് 1 എത്ര 2/4 അല്ലെങ്കിൽ 1/2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ സീരീസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി 4 ദിവസം കൂടെയുള്ള CHSലിന്. സോ ബ്രഷ് അപ്പ് യുവർ കറണ്ട് അഫയേഴ്സ്, ബ്രഷ് അപ്പ് യുവർ സ്റ്റാറ്റിക് GK ആൻഡ് GK പോർഷൻസ്. ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കരുത്. സ്പീഡ് മോക്ക് പോട്ടെ, ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾക്ക് പാടായിട്ടുള്ള ബുക്ക് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണല്ലോ സ്പീഡ് മോക്കിലുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് പഠിച്ച ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു തവണ ചെയ്തു ആൻഡ് അഗെയിൻ റിവൈസ് ചെയ്യണം. നേരത്തെ പഠിച്ച വൊക്കാബ്, ഇനിയുള്ള 4 ഡേയ്സ് ക്രൂഷ്യലാണ്. നേരത്തെ പഠിച്ച വൊക്കാബ്സ് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. ന്യൂ ആയിട്ടൊന്നും പഠിക്കാൻ നിൽക്കില്ല. മുമ്പ് പഠിച്ച GKs ഒന്നുകൂടെ പോളിഷ് ചെയ്തെടുക്കണം. ആൻഡ് റീസണിങ്ങിൻ്റെ ഇതിൻ്റെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നുകൂടെ ചെയ്യാതെ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള പ്രീവിയസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, ഓൾറെഡി ചെയ്തത്. അപ്പം അതൊന്നുകൂടെ ഒന്ന് റിവിഷൻ ആവും. ആൻഡ് GKക്കും വൊക്കാബിന് ഈ സെയിം കാര്യം ഇനിയുള്ള 4 ഡേയ്സിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മുതലായാലും മതി. പുതിയതായിട്ടൊന്നും ലേൺ ചെയ്യാൻ നിൽക്കരുത്. ഇത് തൽക്കാലം ചെയ്ത് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട്. ഇൻ കേസ് ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക്, അതായത് നിങ്ങളെ കോച്ചിങ് തരുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലൂടെ ആയിരിക്കും. നിങ്ങൾക്ക് ആദ്യം ക്ലാസ്സസ് ആയിരിക്കും. പഠിപ്പിക്കുന്ന എന്തും നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻ കാണും. അപ്പം സർക്കിൾ സെഷൻ അല്ലെ ബേസിക് സർക്കിൾ എന്ന് പറയുന്ന സെഷനിൽ നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടും ഒപ്പം നിങ്ങൾക്ക് ഫർദർ മോട്ടിവേഷൻ നിന്നോടും നിങ്ങളെ അങ്ങോട്ട് നയിക്കുന്നത് നമ്മൾ മെൻറ്റേഴ്സ് ആയിരിക്കും. നമുക്കൊരു സ്ട്രോങ് മെൻറ്റർ സപ്പോർട്ട് കാണും. അപ്പം വർക്കൗട്ടിൻ്റെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനും നിങ്ങൾക്ക് ബേസിക് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ടിൽ സൂപ്പർ ബാച്ച് നിങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതല്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും മെൻറ്റേഴ്സ് ആയിരിക്കും. ആൻഡ് പിന്നെ അങ്ങോട്ടുള്ളത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം ആയിരിക്കും. അത് കുറച്ചുകൂടെ വർക്കൗട്ട് സെഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് പോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മോക്ക് ഇൻ്റർവ്യൂ. എല്ലാ ഇൻ്റർവ്യൂ നമുക്കറിയാം, POയുടെ എല്ലാ ബാങ്ക് എക്സാംസിൻ്റെ എല്ലാ ഫൈനൽ സ്റ്റേജിലും PO എക്സാംസിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ റൗണ്ടാണ്. അപ്പോൾ മെയിൻസിന് മാത്രം മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ പോരാ, മെയിൻസിൻ്റെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ ഒരു റേഷ്യോ ഉണ്ട്, 80:20 എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ റേഷ്യോ ഡിപ്പെൻഡ്സ് ഓൺ ദി എക്സാം. അപ്പോൾ അതിനും നമ്മൾ പെർഫോം നന്നായിട്ട് ചെയ്യണം. ഇൻ്റർവ്യൂവിനും നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. SBIയുടെ ചില പരീക്ഷകൾക്കാണെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും കാണും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കളക്റ്റീവായിട്ടുള്ളൊരു അവയർനെസ് നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ റൗണ്ടിൽ അല്ലെങ്കിൽ മോക്ക് ഇൻ്റർവ്യൂ സെഷനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ ഉണ്ട് കോച്ചിങ്. നിങ്ങളുടെ കംഫർട്ട് സോൺ അനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട് 17,000 കഴിഞ്ഞ വർഷത്തിന് ശേഷം ഇത്രയും നല്ല വേക്കൻസി സർജ് വളരെ റെയർ ആണ്. സോ മാക്സിമം യൂട്ടിലൈസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു. ഇഫ് എനി ഡൗട്ട്സ് നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക.